സാബൂണനാണ് ഗൈസ്. സാബൂണിന് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക കേട്ടാ. ലൈക്ക് സബ്സ്ക്രൈബ് കിട്ടും. ഗായ്സ് വെരി ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് ഇവർക്ക് വയ്യാണ്ടായിട്ട് ഇവരും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഗൈസ്. ഞാൻ നേരെ അവളായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവളെ കാണിച്ചു തരാട്ടാ ഗൈസ്. അത്യാവശ്യം റോഡിലൊക്കെ കുറച്ച് തിരക്കുണ്ട്. അന്നേരം ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വരാം. ഓക്കെ, ഇവിടേക്ക് വെച്ച് ആളെ സെറ്റായിട്ടാണ് കേട്ടോ തന്നെ. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടി പണി തന്നു ഗൈസ്. വണ്ടി ഞാൻ ചേട്ടൊന്ന് പഞ്ചറായിട്ടുണ്ട്. ഇവിടെ വണ്ടി പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി വന്ന് കയറിയേക്കണ കേട്ടാ. പഞ്ചറാണോ കാറ്റ് പോയാണെന്ന് അറിയാൻ പറ്റില്ല ഗൈസ്. അടിച്ചരാൻ വേണ്ട ഗൈസ്. പഞ്ചറാണോ കാറ്റ് പോയാണെന്ന് അറിയാൻ പോലെ വണ്ടിയിൽ കാറ്റില്ലെന്ന് തോന്നുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പുള്ളി. ഇപ്പോൾ ഒന്ന് കാറ്റടിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്താകും അവസ്ഥയെന്ന് അറിയാൻ പോലെ ഞാനങ്ങ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ചീറ്റ് എടുക്കാൻ വേണ്ടി കയറി നിൽക്കണേണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ അങ്ങനെ എത്തിയിരിക്കണേണ്. അവർക്ക് ചീറ്റ് എടുക്കാൻ വേണ്ടി കയറിയിരിക്കണേട്ടാ ഗൈസ്. നേരെ ഒന്ന് ഡോക്ടറിനെ കാണട്ടെ. അവളെ ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഡോക്ടറെ കാണിച്ചിട്ട് വരാട്ടാ. അപ്പോൾ ഓക്കെ, ഓക്കെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഡോക്ടറെ കണ്ട് കഴിഞ്ഞ് ഇതേ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ എത്തിയിട്ട് വരാം. ഓക്കെ, ആശുപത്രിയിലൊക്കെ പോയിട്ട് തിരിച്ചെത്തി ഗൈസ്. ഞാനൊന്ന് നൈസായിട്ട് ഗ്രൗണ്ടിൽ കയറാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അവിടെ ആരെങ്കിലും ഉണ്ടാകുന്ന എനിക്കറിയാൻ പോലെ നൈസായിട്ടൊന്ന് കയറി നോക്കട്ടെ ഗൈസ്. ഞാനൊന്ന് ഗ്രൗണ്ടിലോട്ട് കയറട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ചില്ലൊക്കെ അടിച്ചിരിക്കട്ടെ. ഇവിടെ അദ്വൈതം ഇരിക്കൊണ്ട് ഗൈസ്. വെറുതെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാട്ടെ ഗൈസ്. ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് ഗൈസ്. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇനി നേരെ വർക്കിന് പോകണം. അതൊക്കെ തന്നെ ഇന്നത്തെ പരിപാടി. എന്നാൽ ഗ്രൗണ്ടിലും ആരുമില്ല, എല്ലാവരും പണിക്ക് പോയേക്കാനാണ് ഗൈസ്. ഞാൻ നേരെ ഫുഡും കഴിച്ച് പണിക്ക് വന്നിടത്ത് ഇറങ്ങാൻ പോരാട്ടാ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ പണിക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. നേരെ ഓഫീസിലായിട്ട് ഇന്ന് അവൻ്റെ ഡേ ആണ്. അവനാണ് ഗൈസ് വണ്ടി ഓടിക്കുന്നത്. ഇന്ന് എൻ്റെ വണ്ടി ഓടിക്കുന്നത് അല്ലേട്ടാ. ഞാനിപ്പോൾ ഈ വണ്ടിയും കൊണ്ടൊന്ന് വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ പോകണം. വണ്ടി പണിയാൻ വേണ്ടി RR മോട്ടോഴ്സിലാട്ടാ വന്നേക്കാം. ഇവിടെയാണ് RR മോട്ടോഴ്സ് ഗൈസ്. ഇതാണ് RR മോട്ടോഴ്സ്. അപ്പോൾ ഗൈസ് ഞാൻ വണ്ടിയുടെ കാര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ലട്ടാ. ഞാൻ വണ്ടിയുടെ കാര്യം അറേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ വർക്കിന് പോകണാണ് ഗൈസ്. അവൻ കൂടി എത്താനുണ്ട്. ആശി വന്നിട്ടില്ല. ആശിനെ വന്ന് കണക്ട് ചെയ്യാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞേക്കണം. അവൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പോൾ ഇനി നേരെ ഞാൻ ഓഫീസിലെത്തിയിട്ട് വർക്കൊക്കെ തുടങ്ങിയിട്ട് വരാട്ടോ. ഓക്കെ, വർക്കൊന്നും കാണിക്കില്ല, സമയം ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഞാൻ നേരെ വർക്കൊക്കെ തീർത്തിട്ട് വരാം. ഓക്കെ, റോഡ് പണി സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ അപ്പുറത്തെ സൈഡിൽ ഫുള്ള് റോഡ് പണിയാണ്. ഗതാഗത മന്ത്രി ഉത്തരവാദിത്തം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ അവിടെ സൂര്യൻ അസ്തമിക്കും ഗൈസ്. അവിടെയാണ് സൂര്യൻ അസ്തമിക്കും. കിഴക്ക് തെക്ക് പടിഞ്ഞാറ്. അപ്പുറത്തായിരിക്കും എന്നാണ് പറയുന്നത്. സൂര്യൻ അസ്തമിക്കും. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. നേരെ ഇനി പണി തുടങ്ങണം ഗൈസ്. മേളിൽ ആരെങ്കിലും ഉണ്ടാകുന്ന അറിയാൻ പോലെ ഞങ്ങൾ മേലായിട്ട് പോകുന്നുണ്ട്. മേളിൽ ശരത്ത് KB ഉണ്ടാകുന്ന നോക്കണം ഗൈസ്. ശരത്ത് KB ഉണ്ട്. ഞാൻ ശരത്ത് KBനെ കാണിച്ചു തരാം ഗൈസ്. നേരെ മേളിൽ വന്നിട്ട് വരാട്ടാ. ഓക്കെ, ഓഫീസിൽ വന്ന ശേഷം പതിവ് പോലെയുള്ള വെള്ളം കൂടി സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. കുടിക്കട്ടെ, വെള്ളം കുടിക്കാൻ മറ്റാണ് ഗൈസ്. എല്ലാവർക്കും വെള്ളം കുടിക്കുക ഗൈസ്. ശരത്ത് KB തന്നെ ഉണ്ട് കേട്ടാ. ഇതാണ് ഗൈസ് ശരത്ത് KB. അവന് ഹായ് പറഞ്ഞിട്ടുണ്ട്. വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പൊ ഞാൻ സാധനമൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് പണിയൊക്കെ തീർത്തിട്ട് വരാട്ടാ. ഓക്കെ, ഇപ്പൊ യാദർശ്യമായ ഒരാളെ കണ്ടുപിട്ടി ഗൈസ്. പശു ട്രാൻസ്ഫർ കിട്ടിയെന്നാണ് ഗൈസ് പറഞ്ഞത്. ട്രാൻസ്ഫർ കിട്ടിയത് എന്താണ് പറയാറുള്ളത് അറിയാം ഗൈസ്. പശുവിന് ശുദ്ധ പോക്കിത്തരം എന്ന് പറഞ്ഞാൽ പോരാ, ആഗ്രഹം ഉണ്ടെന്ന് അറിയാം. അച്ചിരി കാണുമ്പോ തന്നെ അറിയാം ഗൈസ്. ഈ വീഡിയോ ഏമാന്മാർ കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സ്റ്റാഫിന്റെ വിഷമം നിങ്ങൾ കൂടി മനസ്സിലാക്കുക. അവരുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. പശുവിന്റെ വിഷമം എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. ആ ചിരിയിൽ നിന്ന് എന്തും മനസ്സിലാക്കിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.
പശുവിനെ യാദൃശ്യമായി ഇവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിച്ചു കൂടിയില്ല. ഞാൻ അടുത്ത സ്റ്റോറിലെത്തിയിട്ട് വരാം. ഓക്കെ, സ്റ്റോറിന്റെ പുന്നോര പുത്രി അശ്വതി സാബൂണനാണ് ഗൈസ്. സാബൂണിന് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക കേട്ടാ. ലൈക്ക് സബ്സ്ക്രൈബ് കിട്ടും. ഫൈനലി ഇന്നത്തെ പണി കഴിഞ്ഞു ഗൈസ്. ലാസ്റ്റ് എം ജി റോഡ് സ്റ്റോറിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടാ. ഓക്കെ, ഇന്നത്തെ വർക്ക് കഴിഞ്ഞ് നേരെ ഓഫീസിലായിട്ട് ഗൈസ്. ഫൈനലി ഞാൻ ഓഫീസിലായിട്ട് തിരിച്ചു വന്ന് കയറിയിരിക്കുകയാണ് ഗൈസ്. ഓഫീസിന്റെ മേലാട്ട് ഇരട്ടെ, അവിടെ ആരും ഉണ്ടാന്ന് അറിയാൻ പറ്റില്ല. ഓഫീസിന്റെ മേലാട്ട് ഇരട്ടെ ഗൈസ്. ഗൈസ് പണിയെടുക്കണ സമയത്ത് പണിയെടുക്കാണ്ട് ചേർത്തിരുന്ന സിനിമ കാണാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ പണിയും കഴിഞ്ഞ് വരുമ്പോ വിഷ്ണുചേട്ടൻ ഇവിടെ വീട്ടിൽ പോയിട്ടില്ല ഗൈസ്. പണിയെടുക്കുന്ന ആൾക്കാരുടെ രോദനം എങ്ങനെ ഉണ്ടാകുന്ന ഇന്നത്തെ പണിയൊക്കെ കഷ്ടപ്പാടാണ് ഗൈസ്. എല്ലാവർക്കും മതി കെട്ട് വെയിൻ ബായി ആണ് ഗൈസ്. ബായ് അച്ചാവയാണ് ഗായ്. ബായിക്ക് അച്ചാവ ബായിക്ക് അച്ചാവേടെന്ന് പറഞ്ഞൊരു ഒറ്റ വാക്കി അറിയാവുള്ളൂ ഗൈസ്. അത് നമ്മുടെ വാക്കിൽ എന്ന് പറയും ഗൈസ്. അതാണ് ആകെ അച്ചാവേട് അറിയാവുള്ളൂ ഗൈസ്. ഇവിടെ എല്ലാവരും അച്ചാവേടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തേക്കാണ് കേട്ടാ. എടാ ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ, വേറെ ആൾക്കാർ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാണ് ഗൈസ്. അപ്പൊ ഗൈസ് എന്റെ പണിന്ന് ഏകദേശം ഒതുങ്ങിയിട്ടുണ്ടാ. ഏകദേശം പണിയൊക്കെ ഒതുക്കി ഞാനിവിടെ വെയിറ്റ് ചെയ്യാനാണ് ഗൈസ്. ഇന്നൊന്ന് ഫോറം മാളി കയറണം. അവൻ മന്നം അവിടെ പണിക്കാരൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. വിഷ്ണു ചേട്ടനും ബാക്കിയുള്ള ടീമൊന്നും പോയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഫോറം മാളിൽ എത്തിയിട്ട് വരാം ഗൈസ്. ഫോറം മാളും കൂടി അറ്റൻഡ് ചെയ്തിട്ട് വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ നേരെ ഫോറം മാള്. ഓക്കെ, ഫോറം മാൾ എത്തിയിട്ട് അതേ ഫോറം മാളായിട്ട് ക്രോസ് ചെയ്യാൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് ക്രഷ് ഉള്ളത് കേട്ടാ. പെപ്പ ജീൻസ് കാട്ടെത്തി ഗൈസ്. നല്ല ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഒരാളവിടെ ഇരിപ്പുണ്ട് ഗൈസ്. വേറെ കസ്റ്റമറൊന്നും കേട്ടാ, ആകെ രണ്ടുപേരേ ഉള്ളൂ. പണിയെടുക്കല്ലേ? അർജുനുണ്ട് ഗൈസ്, വെറുതെ ഇരിക്കുന്നത്. വേറെ ആരും ഇല്ലല്ലേ, കാശ് പണിയെടുക്കണം. ഞങ്ങൾ പോറമ്മാളിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ആശയുണ്ട് ഗൈസ് ഇവിടെ. നേരെ പോറമ്മാളിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ടാണ് ഗൈസ് പോകുന്നത്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഏതാണ് തൊണ്ണാച്ചി ഉണ്ട് ഗൈസ് അവിടെ. തൊണ്ണാച്ചിനെ കാണിക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ പോറമ്മാളാണ് കേട്ടാ. അപ്പൊ പോറമ്മാളിൽ കയറി ഞങ്ങളാ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഇന്നത്തെ വർക്ക് ഏകദേശം മൊത്തം തീർന്നു. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നേരെ വീട്ടിൽ ചെന്നിട്ട് വരാട്ടോ. ഓക്കെ, അപ്പൊ ഗൈസ് ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. എൻ്റെ അടുത്ത് തൊള്ളാച്ചി നിതിൻ ആശയുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ ഗൈസ്.